ആരോട് ചോദിച്ചിട്ടാ ചാടി കയറി നിന്നോട് ഇപ്പൊ അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത്? അത് പിന്നെ നമ്മുടെ ഓറ നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാ. അവളുടെ ഒരു ഔറ അച്ഛൻ ഇപ്പൊ വിളിക്കും. അപ്പൊ എന്താന്ന് വെച്ച് പറഞ്ഞോണം. ഈ നേരം കൊണ്ട് കമ്പനിയുടെ പി എന്തായാലും അച്ഛനെ വിളിച്ചെല്ലാം പറഞ്ഞോണം. അല്ല, ഇത്ര നേരമായിട്ട് എന്താ അച്ഛൻ വിളിക്കാത്തതെന്നാ ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോ അങ്ങോട്ട് പോയ ഫ്ലൈറ്റ് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടാവും. എന്തുണ്ടേലും നേരിട്ട് തരാന്ന് വിചാരിച്ചാണ്. ചാരു, എന്തുണ്ടേലും നീ തന്നെ ഏറ്റോണം. ഞാനോ? അയാള് പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? പേടിയാണെങ്കിൽ വേണ്ടാന്ന് വെച്ചേക്കണം. അത് കേട്ടപ്പോ എന്താ? നാളെ തൊട്ട് അറിയാം എന്താ നടക്കാൻ പോകുന്നു. നാളെ അറിയാം കമ്പനി തുറക്കണോ അത് പൂട്ടണോന്ന്. നിങ്ങളിങ്ങനെ പേടിക്കാതെ എന്നെ പിന്നെ കോൺഫിഡന്റ് ആയിരിക്കും. അച്ഛൻ ഇതുവരെ വിളിച്ചില്ല, സോ അച്ഛൻ അത് അറിഞ്ഞിട്ടില്ല. നമുക്ക് നാളെ കമ്പനി ചെന്നിട്ട് പിയേനോട് പറയാം, തൽക്കാലം ഇതൊന്നും അച്ഛനെ അറിയിക്കില്ല, വന്നു ഞങ്ങൾ പറഞ്ഞോളാണ്. ഈ പറഞ്ഞ പോലെ നടന്നാ ഭാഗ്യം. ഹോ, വന്നോ? എന്താ ഇന്നത്തെ മീറ്റിംഗ് ഒക്കെ? വിചാരിച്ചതിനേക്കാൾ നന്നായി നടന്നു. എന്നിട്ടും എന്താണ് നിങ്ങളുടെ ആരുടെ മുഖത്ത് ഒരു സന്തോഷമില്ലാത്തത്? അങ്ങനെ ഒന്നുമില്ല എൻ്റെ അമ്മ. അമ്മ ഡിന്നർ എടുക്ക്, ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇതാ വരുന്നു. ആ, എടുക്കാം. പിന്നെ കണ്ണാ, നീ ഇങ്ങോട്ട് നോക്കിക്കേ. എന്താ അമ്മേ? എന്താടാ പറ്റിയേ? നിനക്ക് വിഷമം വന്നത് പെട്ടെന്ന് നിന്റെ മുഖത്ത് മനസ്സിലാവും. അമ്മയോട് പറ, എന്താടാ കണ്ണാ നിനക്ക് പറ്റിയത്? നീ വീണ്ടും അച്ഛനെ കുറിച്ച് ഓർത്തോ? മറന്നാലല്ലേ അമ്മേ ഓർക്കേണ്ടതുള്ളൂ. എന്താടാ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം? നന്ദപുരം ഏട്ടനും ഉണ്ടായിരുന്നോ മീറ്റിങ്ങിന്? ആരുടെ ഏട്ടൻ? അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കാൻ കൂടെ നിന്നവരാ. ഒരു കാലത്തും അവരോടുള്ള ദേഷ്യം മാറില്ല. അവരിന്ന് കെട്ടിപ്പൊക്കിയ നന്ദ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഉണ്ടല്ലോ, അത് നമ്മുടെ അച്ഛന്റെ ചോര ചവിട്ടി കെട്ടിപ്പൊക്കിയതാ. അതൊരിക്കലും ഞാൻ മറക്കില്ല. അതിനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അയ്യേ, അമ്മയുടെ കുഞ്ഞ് കരയുവാണോ? വേഗം പോയി ഫ്രഷ് ആയിട്ട് വന്നേ. മതി. അച്ഛടാ, ഇനി നീ കരഞ്ഞാല് വാട ചേർക്കാം. മമ്മിയെ ആ സ്ട്രോബെറി മിൽക്ക് എടുത്തു വെച്ചോ, കൊച്ചിന്റെ കരച്ചിലങ്ങ് മാറ്റട്ടെ. നീ പോടാ താറാവൂഞ്ഞെ. ഇപ്പൊ നീ എന്താ തീരുമാനിച്ചത്? ചാടിക്കേറി ഇപ്പൊ ഒന്നും തീരുമാനിക്കാൻ നിൽക്കണ്ട. കാരണം എന്താന്ന് വെച്ചാൽ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ആദ്യം ഇന്ത്യൻ പ്രോഫിറ്റ് വളർത്താൻ നോക്കണം. അതിലൂടെ നമ്മുടെ കമ്പനി 1 month നമുക്ക് സംശയം തോന്നാത്ത വിധം സാധാ പോലെ പോയാൽ മതി. പിന്നീട് നമുക്ക് നമ്മുടെ പ്ലാൻ പോലെ ചെയ്തു തീർക്കണം. നമ്മൾ ആ കമ്പനിയിൽ നിൽക്കുന്നത് വരെ അവരുടെ കമ്പനിയിലുള്ള എല്ലാ പേർപ്പസും നമ്മുടെ കമ്പനിയിൽ എത്തിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്ലാൻ പോലെ നടക്കുകയുള്ളൂ. അതുമാത്രമല്ല, അവരിലൂടെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും നമ്മുടെ അച്ഛന്റെ കൊലയാളിയിലേക്ക് എത്താൻ. അതറിഞ്ഞു കഴിഞ്ഞാൽ അവരെയും തീർക്കണം, കൂടെ നിന്ന് ഇവരെ. മതി മതി, ഇന്ന് നന്ദ ഗ്രൂപ്പ് ഓഫ് കമ്പനി ആയിട്ടൊരു സ്മോൾ മീറ്റിംഗ് ഉള്ളതാ, വേഗം വാ. പറഞ്ഞ് മനസ്സിലാക്കി. ഇനി അച്ഛനറിയാതെ 2 മാസം എങ്ങനെ കൊണ്ടുപോകൂ? ഒരു ഇമെയിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്നാ. ഇന്ന് 10 മണിക്ക് അവിടെ വെച്ച് മീറ്റിംഗ് ഉണ്ടെന്ന്. 10 മണിക്കോ? ഇപ്പൊ തന്നെ 9:45 ആയല്ലോ. എന്നാ പിന്നെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. സോറി മാം, ഈ ഇമെയിൽ അഡീഷണൽ ആയിപ്പോയി, അതാ മിസ്സായത്. ഓക്കെ, ഞങ്ങൾ പോവുക. തൽക്കാലം ഇന്ന് വരുന്ന ഇമെയിൽ മീറ്റിംഗ് എല്ലാം ആഫ്റ്റർനൂൺ എത്തിയിട്ട് മാറ്റിയേക്കാം. ബാക്കി കാര്യമെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റ് ലീഡേഴ്സിനെ ഏൽപ്പിക്കണം. ആഫ്റ്റർനൂൺ ഒരു മീറ്റിംഗ് വെക്കുന്നതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ചുമതലയുള്ളവർക്ക് എല്ലാവരും പങ്കെടുക്കണം. പിന്നെ ഇന്നുണ്ടായിരുന്ന നമ്മുടെ കമ്പനിയുടെ ന്യൂ മോഡൽ റിവേഴ്സൽ ഉണ്ടായിരുന്നില്ലേ, അത് ക്യാൻസൽ ആക്കിക്കോ. ഓ മതി, ഇപ്പൊ തന്നെ സമയം പോയി. ടൈം എത്രയായി? 10:50. മീറ്റിംഗ് ഉള്ള കാര്യം ഇമെയിൽ അയച്ചതല്ലേ? യെസ് സർ, ഇന്നലെ നൈറ്റ് തന്നെ അയച്ചതായിരുന്നു. റിപ്ലൈയോ? നോ റിപ്ലൈ സർ. നീ ഇങ്ങനെ ചൂടാകാതെ, അവർ വരും. ഐ നോ, ബട്ട് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ? നമുക്ക് ഇതും കഴിഞ്ഞ് എത്ര മീറ്റിംഗ് ഉള്ളതാ? 10 മണി എന്ന് പറഞ്ഞാൽ 10 മണി. പഞ്ച്വാലിറ്റി ഇല്ലാത്ത ഓരോ സാധനങ്ങൾ. സാർ, നന്ദ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. വരാൻ പറ. എന്താ ലേറ്റ് ആയി പോയത്? അത് പിന്നെ ലേറ്റ് ആയി പോയി. അത് മനസ്സിലായി. റീസണാ ചോദിച്ചത്. റീസൺ എടുത്ത് പറയുന്നത് LKG UKG അല്ല, സ്കൂളുമാണോ? ചാരു ചുപ്.
അതിന് ട്രാഫിക് കൂടുതലായിരുന്നു അതാ. അത് നിങ്ങളുടെ കമ്പനിക്ക് എത്ര വണ്ടികളുണ്ട്? വണ്ടികളുടെ എണ്ണം പറഞ്ഞാൽ ട്രാഫിക് കുറഞ്ഞൊന്നും കിട്ടൂലല്ലോ. അതോ കൊള്ളാലോ. ഇതെന്തിനു കുഞ്ഞാണോ? അതെ, ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് മീറ്റിംഗ് ഉള്ളതാ. ഞങ്ങൾ ടൈമിന് വളരെ വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇന്ന് വളരെ ട്രാഫിക് ഉള്ളതാണല്ലോ, നേരത്തെ ഇറങ്ങിയേ പറ്റൂ. ആ അതന്നെ. ഓൾറെഡി നിങ്ങൾ ലേറ്റാ, അതും പോലെ താൻ വീണ്ടും ലേറ്റ് ആയോ? പിന്നെ വണ്ടി പാർക്ക് ചെയ്യണ്ടേ? വണ്ടി അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരാനൊന്നും പറ്റില്ലല്ലോ. ഓ, എല്ലാം കണക്കാം. ടൈമിന് വലിയ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നവരല്ലേ, എന്തിനാ വിളിച്ചു വെച്ചേന്ന് പറ, സമയം കളയാതെ. ഇന്നലെ 2 കമ്പനികൾ തമ്മിൽ ഒപ്പുവെച്ചില്ലായിരുന്നോ 2 months എഗ്രിമെന്റ്? സോ 2 കമ്പനി ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ. 2 കമ്പനിയുടെ ഈ 2 months എവറിത്തിങ് വിൽ ബി ഷെയർ. നിങ്ങൾ വരുന്ന മീറ്റിങ്ങിനും മുഴുവനും ഞങ്ങളെ ഇൻക്ലൂഡ് ആയിരിക്കണം. പറഞ്ഞു വരുന്നത് ഇതൊന്നും 2 കമ്പനിയിൽ ഇരുന്ന് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. സോ ചൂസ് 1 കമ്പനി. ഒന്നെങ്കിൽ ഈ 2 മാസവും നമ്മുടെ ഇവിടെ ഈ കമ്പനി വെച്ച്, അല്ലെങ്കിൽ നന്ദ ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ വെച്ച്. അതൊന്നും പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിലും ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയിലും ഇരുന്ന് ചെയ്താ പോരെ. അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ നടന്നാ പിന്നെ തീരുമാനിച്ച പോലെ എങ്ങനെ നടക്കും കാര്യങ്ങൾ? എന്ത് കാര്യങ്ങള്? പ്രോഫിറ്റ് വർദ്ധിക്കുന്നതിന്, അല്ലാതെ പിന്നെ എന്ത്? ഐ തിങ്ക് ഇവന്മാരെന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവന്മാരുടെ കമ്പനി ചൂസ് ചെയ്ത അവന്മാരിവിടെ എന്തൊക്കെ കാണിച്ചെന്ന് നമുക്കൊന്നും മനസ്സിലാകൂല. പകുതി പണം അവന്മാരെ മുക്കുകയും ചെയ്യും. നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും. അത് മാത്രമല്ല, നമ്മളോട് അച്ഛൻ ഡെയിലി കമ്പനി പ്രസന്റ് ആവണമെന്നല്ലേ പറഞ്ഞത്. സോ ചൂസ് നമ്മുടെ കമ്പനി. ഇവന്മാർ ചിലപ്പോ നമ്മുടെ കമ്പനി വന്നാൽ അത് പെട്ടെന്ന് അച്ഛൻ അറിയും. സോ പ്രശ്നമാവും. ഇവരുടെ കമ്പനി ബെസ്റ്റ്. അങ്ങനെയാണേ നമ്മുടെ കമ്പനി തന്നെ മതി. ഓ ഹഷ്. പിന്നെ ഈ 2 മാസം ഒരു കമ്പനിയാ രണ്ടും, അത് മറക്കരുത്. നിങ്ങളുടെ കമ്പനിയിൽ ഈ 2 മാസം ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഞങ്ങളെയും കൂടെ അറിയിച്ചിട്ടേ സാധിക്കുള്ളൂ. ഈ പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ കരാർ ഓർത്താൽ മതി. ആ കരാറിനെതിരെ നിങ്ങൾ പ്രവർത്തിച്ചാലേ ഞങ്ങൾ കേസ് കൊടുക്കും കോടതിയിൽ. പിന്നെ മക്കളുടെ അച്ഛനില്ലേ, അഴിയണ്ണണ്ട വരും. അച്ഛനെ നഷ്ടപ്പെടുന്നതിന്റെ വേദന മക്കൾ അനുഭവിക്കേണ്ടി വരും. ആ പിന്നെ ഈ എഗ്രിമെന്റ് ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ ബാധകം, നിങ്ങൾക്കും ബാധകമാണല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലേ അങ്ങോട്ടും ഉണ്ടാവും ഇതേപോലെ തന്നെ. മക്കളും അടിയണ്ണുണ്ടെങ്കിൽ കാട്ടുമ്പോയില് ബുദ്ധിയില്ലെന്നാരാ വന്നേ. പിന്നെ ഇന്ന് തന്നെ കമ്പനിയിലേക്ക് വരുവാണെങ്കിൽ കമ്പനിയിൽ 3 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഞങ്ങളുടെ വർക്ക് ഡിവൈഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ച് തിരഞ്ഞെടുക്കാം. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വരാനിരിക്കുന്ന വേൾഡ് ഫാഷൻ ഷോ 2026 പങ്കെടുക്കാമെന്ന് ഞങ്ങൾ കരുതുന്നത്. ഇപ്പം 2 കമ്പനി ഒന്നിച്ചായതുകൊണ്ട് എഫേർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ജയിക്കാമെന്ന് കരുതുന്നു. സോ അതിലൂടെ നമ്മുടെ ഇന്ത്യ ഗ്രോ ആവുകയും ചെയ്യും, നമ്മുടെ കമ്പനി വളരുകയും ചെയ്യും. ഇത് ഞങ്ങളും ഒന്ന് ആലോചിച്ചായിരുന്നു. ആലോചിച്ചിട്ട് മാത്രം കാര്യമില്ല, ഇതുപോലെ തുറന്നു പറഞ്ഞാലേ കാര്യം ഉണ്ടാവും. കുറച്ചെങ്കിലും സീരിയസ് ആയിട്ട് പെരുമാറാൻ അറിയോ? ഏത് നേരം വായി തോന്നി വിളിച്ചു പറയാനാ നിൽക്കും. ഹലോ, 2 ദിവസത്തെ കമ്പനി ഭരിച്ചാൽ മതി, എന്നെ ഭരിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ വഴക്ക് കഴിഞ്ഞായിരുന്നെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാവോ? ഫസ്റ്റത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വ്യക്തികൾ തിരഞ്ഞെടുക്കലല്ലേ, നല്ല മോഡൽസിനെ ക്വാണ്ടിറ്റിയോടെ തിരഞ്ഞെടുക്കല്. അത് ഞങ്ങളുടെ ഇവിടെ നോക്കുന്നത് രുദ്രനായിരുന്നു. ഇവിടെ അത് ചാരോ നോക്കുന്നത്. എന്നാ അത് അവന് നോക്കട്ടെ. എനിക്കൊന്നും ഇയാളെ വേണ്ട, വേറെ ആളെ ചൂസ് ചെയ്യാവോ? ഇവിടെ മാട്രിമോണിയുടെ മോക്ക് കെട്ടാൻ ആളെ ചൂസ് ചെയ്യുന്നതല്ല. അങ്ങനെ വല്ലതായിരുന്നെങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നോ? വേറെ നല്ല എടുത്ത് പോയപ്പോരെ. ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. 2ാമത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡിസൈൻ വരയ്ക്കല. അത് ഞാനായിരുന്നു ഇവിടെ നോക്കുന്നത്. ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ഞാനാ. പിന്നെ സ്റ്റിച്ചിങ്, ആ കാര്യത്തിന്റെ ഡ്യൂട്ടി നോക്കുന്നത് ഞാനാ. പിന്നെ ഇന്നെടുത്ത തീരുമാനങ്ങളെല്ലാം വൈസ് പ്രസിഡന്റിനോട് ആയിരിക്കേണ്ടി വരും. അത് ശരിയല്ലേ, ഇമെയിൽ അയക്കാം. ഇന്ന് ആഫ്റ്റർനൂൺ ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞങ്ങളുടെ സ്റ്റാഫ്സിന്റെ. അത് ഈ 2026 ഫാഷൻ ഷോയെ കുറിച്ച് പറയാനായിരിക്കും. ഇനി നമുക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ, നിങ്ങളും പങ്കെടുത്തേക്ക്. ഓക്കെ. പിന്നെ ഒരു 15 minutes അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കമ്പനിയിലേക്ക് പോവാം. മീറ്റിംഗ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങളിപ്പോ വരാം. രുദ്ര, മിതുവേട്ടാ. എടി ചാരു, നിന്റെ ഈ ഒറ്റബുദ്ധി നിർത്തിക്കോ. എന്തിനാ ഇപ്പൊ നമ്മുടെ കമ്പനിയിലേക്ക് അമ്മമാരെ വിളിച്ചേ? അമ്മ രാട്ടുന്തോരിട്ട് ചെന്നായ നമ്മുടെ കമ്പനി കയറി പറ്റാൻ വേണ്ടി നടത്തിയ പൊറോട്ട നാടകം ഇതൊക്കെ. പൊറോട്ട എന്ന് പറഞ്ഞപ്പോഴോർത്തെ, ഇനി രാത്രിക്കത്തെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങണേ. ഏത് നേരം തീറ്റ വിചാരോ.
അപ്പൊ രാത്രിക്കൊന്നും തിന്നണ്ടേ? ഞാനൊന്നും വെച്ച് വിളമ്പൂല കേട്ടോ. ഇത്ര സീരിയസ് ആയി പറയുന്നതിന് ഇടയ്ക്ക് തന്നെ വേണോ? അയ്യോ, ഞാനൊന്നും മിണ്ടുന്നില്ലേ, നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്തോ. അവള് പോയി. எதிர் வீட்டு ஹீரோயினி நீ லெமன் மின்ட் கூலர் மானி ஏதோ கொஞ்சம் கிளாமர் தானி அதுக்கு இன்னம்மா അതെ, മേഡം ഒന്ന് നിന്നെ. படம் ஓட்டும் தியேட்டர் എന്നാണോ? അതെ, തമ്പുരാട്ടിനെ തന്നെയാ. എങ്ങോട്ടാ ഈ ചാടിത്തുള്ളി പോകുന്നത്? ഈ വഴിക്ക് ഷാർജയ്ക്കൊന്നും പോകത്തില്ലെന്നു. അങ്ങോട്ടല്ലേ പോകത്തുള്ളൂ? അങ്ങോട്ട് തന്നെയാ. എന്നാ അങ്ങോട്ട് അലോഡല്ല, അത് ഞങ്ങളുടെ പേഴ്സണൽ ക്യാബാ. ഈ പേഴ്സണൽ ക്യാബ് എന്ന് പറയുന്നത് കമ്പനിക്കുള്ളിൽ തന്നെയല്ലേ? കരാറിലുണ്ടോ ഇന്നടുത്ത് കയറാൻ പാടില്ല, ഇന്നടുത്ത് കയറാൻ പാടില്ല? കരാറിലുണ്ടെങ്കിൽ കാണിക്കും, ഞാൻ കയറാതിരുന്നോളാം. എന്റെ രുദ്രൻ സാറിന്റെ ഇറങ്ങി. എന്റെ വായ അടയ്ക്കണമെങ്കിൽ പൊന്നു മോള് രണ്ടാമത് ജനിക്കണം. പിന്നെ മോൾക്ക് കേറിയ നിർബന്ധമാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെയാണോ? അപ്പോ എനിക്ക് നന്ദ ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ കുറിച്ച് കുറച്ച് അറിയാനുണ്ട്. അതിന് തന്റെ അച്ഛനെ വിളിച്ച് കുറച്ച് ചോദിക്കേണ്ടി വരും. ഓ, ഇയാളങ്ങനെ പേടിപ്പിച്ച് ഞാൻ പേടിച്ചു പോകുന്നു. ഇതെന്തോടോ കുഞ്ഞി പിള്ളേരെ പോലെ ഒന്നും അറിയാനുണ്ടാവും അച്ഛനോട് പറയുന്നത്. നാണില്ല. ഇതുപോലെ മര്യാദ വന്നാൽ പറയും കയറുണ്ടാകും. നീ കയറാതിരുന്നോളൂല്ലേ, വെറുതെ അച്ഛനെ വിളിച്ച്. ഓ, ഇപ്പൊ അച്ഛനെ വിളിച്ചായിരുന്ന പണി കാണിപ്പോയ ഇയാളെ എന്റെ കാത്തത് എന്തോന്ന് എന്തോന്ന് ഞാൻ പോവാ. வீட்டருக்கு டாக்டர் தானி சலப்பாதம்மா துணி போட்டு பாரு. ഞാൻ അവരെ തന്നെ കണ്ടത്. അതെ, ഞാൻ വ്യക്തമായി കണ്ടത് അവരെ തന്നെ. അത് ജയകുമാറിന്റെ മക്കളെ തന്നെയാ. ആ 3 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയും നന്ദ ഗ്രൂപ്പ് ഓഫ് കമ്പനിയും ഒന്നിക്കാനോ? അതിനുവേണ്ടിയല്ലല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. 10 വർഷം നമ്മൾ ആരും അറിയാതെ ഒളിഞ്ഞു നിന്നു, അമ്മമാരുടെ കൂടെ തന്നെ നിന്നു. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ വളരെ പ്രശ്നമാണ്. അതിനിപ്പുറം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബോസ്, ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ബോസ് പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്തേക്കാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തേക്ക്. അവര് വന്ന വണ്ടിയുടെ ബ്രേക്കും ഊരി മാറ്റിയേക്ക്. അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് ഇവിടുന്നല്ലേ ഉണ്ടായത്, ഇവരുടെ തലയിൽ വരികയും ചെയ്യും. ഓക്കെ ബോസ്, ബോസ് പറഞ്ഞ പോലെ അവരുടെ കാറിന്റെ ബ്രേക്ക് ഞാൻ ഊരി മാറ്റിയേക്കാം. അഥവാ പിടിക്കുവാണെങ്കിൽ തന്നെ അവരുടെ പേരിലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവനാരാ? ഇവനെന്തിനാ അവരെ കൊല്ലാൻ നോക്കുന്നത്? ഇവൻ ഇവിടെ എന്താ കാര്യം? ഇതെല്ലാം അറിഞ്ഞെന്ന് വിചാരിച്ച് തൽക്കാലം അവരെ രക്ഷപ്പെടുത്താൻ എനിക്ക് യാതൊരു മനസ്സുമില്ല. ഭാഗ്യമുണ്ടേ ദൈവം അവരെ രക്ഷപ്പെടുത്തും. അല്ലാതെ തൽക്കാലം ശത്രുക്കളെ രക്ഷിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. വേറെ ഒരു പണിയും ഇല്ല. ഇന്നത്തെ ഷെഡ്യൂൾസ് ഇത്രയേ ഉള്ളൂ. ഹലോ, ഞാൻ തന്നോട് ചോദിക്കുന്നത് ഏതാ? ഇന്നത്തെ ഷെഡ്യൂൾസ് ഇത്രേ ഉള്ളൂന്ന്. ഇത്ര മതിയെങ്കിൽ ഇത്ര മതി. എന്തോന്ന്? ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഇന്നത്തെ ഷെഡ്യൂൾസ് ഇത്രേ ഉള്ളൂന്ന്. ആ, ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒന്നും തോന്നരുത്. ആ, ചോദിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്ന്. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. പിന്നെന്തിനാ ആവശ്യമില്ലാത്ത ഈ ചോദ്യങ്ങളൊക്കെ? അതെ, ആവശ്യമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ വേണ്ട. അതുകൊണ്ട് താൻ ഇപ്പൊ ചോദിച്ച ചോദ്യം തൽക്കാലം എനിക്ക് അതിനോട് ഉത്തരം തരാൻ പറ്റില്ല. വേണ്ട, കണ്ടുപിടിച്ചോളാം. എന്നാ പിന്നെ ഇറങ്ങിയാലോ? നമുക്ക് വൈകിട്ട് മീറ്റിംഗ് ഉള്ളതല്ലേ. എന്നാ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങുക, നിങ്ങൾ പുറകെ വന്നാൽ മതി. എന്താടാ? ഒന്നുമില്ല. പിന്നെ നിങ്ങളെങ്ങനെയാ പോകുന്നത്? വണ്ടിയുടെ കാര്യം എങ്ങനെയാ? ഞങ്ങൾ വേണേ ഡ്രോപ്പ് ചെയ്യണോ അങ്ങോട്ടല്ലേ? നോ താങ്ക്സ്, കമ്പനി വണ്ടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു, അതിന് പോക്കളാം. അപ്പോ നിങ്ങൾ വന്ന വണ്ടിക്ക് എന്താ പറ്റിയേ? അത് പെട്ടെന്ന് കമ്പനിയിൽ നിന്ന് വിളിച്ചെന്തോ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് വന്ന്, അതുകൊണ്ട് ചാരി വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങളുടെ PA കൂടെ ഇൻക്ലൂഡ് ആക്കാലോ അല്ലേ? ഞങ്ങളുടെ കമ്പനിയിലെ മെയിൻ ലീഡേഴ്സ് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവരെയൊക്കെ വിളിക്കാം. ഓക്കെ. ഇതെന്താ മനസ്സിലൊരു കല്ലെടുത്ത് വെച്ച പോലെയുള്ള പ്രയാസം? അവൾക്ക് എന്ത് പറ്റിലും ഒന്നുമില്ല. ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റൂല.
അയ്യോ ബ്രേക്ക് കിട്ടുന്നില്ല. അതെ, എങ്ങോട്ടാ വേഗം പോകുന്നത്? നിക്ക ആർമിസേ, ഈ രുദ്രേടൻ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഇവിടേക്ക് ഒരു ലൈക്കും കമന്റ് ഒക്കെ തന്നൂടെ? നിങ്ങൾ ഈ ലൈക്കും കമന്റും ഇടാത്ത കൊണ്ട് ഓദർ വെച്ച് പറഞ്ഞ ഞങ്ങളുടെ അഭിനയം തീരെ മോശമാണെന്ന. ഞങ്ങളുടെയല്ല, ഇയാളുടെ കാര്യങ്ങൾ വന്നാൽ മതി. ഞങ്ങളുടെ അഭിനയൊക്കെ നല്ലതാ അല്ലേ ആർമിസേ? ഇനി നോക്കിയോ ഞങ്ങളുടെ അഭിനയം കത്തി കത്തി കീറുന്നത്. പിന്നെ എല്ലാവർക്കും രുദ്രേട്ടനെയും ചാരുവിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും തരണം കേട്ടോ. അപ്പോ ലവ് യു ആർമീസ്.